കൂട്ടിട്ടിരിക്കേ. ചേട്ടാ, ഇവിടെ ആരുമില്ലേ? അവരിവിടെ ഇല്ലല്ലോ. എവിടെ പോയത്? 1 മാസമായി താമസം മാറി പോയിട്ട്. അയ്യോ, പോയി സർ, പോയി. ആ നാടും വീടും വിട്ടുപോയി. എന്തിനു പോയെന്നോ എവിടേക്ക് പോയെന്നോ എനിക്ക് അന്നൊന്നും മനസ്സിലായില്ല സർ. അന്വേഷിച്ചില്ലായിരുന്നോ? ഇല്ല സർ, നഷ്ടങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുള്ള വിവേകാനന്ദന്റെ ജീവിതത്തിൽ അതും ഒരു നഷ്ടം. കഷ്ടം. ഞാൻ വിചാരിച്ചത് അവളെ തനിക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന. കിട്ടുമ്പോഴല്ല, നഷ്ടപ്പെടുമ്പോഴാ സർ പ്രേമം അനശ്വരമാകുന്നത്. നജീബ് കേച്ചേരി എന്നെ ആശ്വസിപ്പിച്ചത് അങ്ങനെയായിരുന്നു. പറഞ്ഞ പോലെ അവൻ സൈക്കിളിൽ വന്നോണ്ടിരിക്കുകയല്ലേ. എന്തായി അവൻ പറഞ്ഞ മറ്റേ ഈ എന്തോ പുതിയ ഐഡിയ പരീക്ഷ? വിവേകാനന്ദ, നിന്റെ സമയം തെളിഞ്ഞു. വിവേകാനന്ദ, 5 ലക്ഷം കൊടുക്കാത്തതിന്റെ പേരിൽ നീയുമായിട്ട് വഴക്കിട്ട് പോയി നിന്റെ അളിയനില്ലേ സേതുവളിയൻ, ആ അളിയന് നിന്നെ ഒന്ന് കാണണമെന്ന്. എന്തിന്? എനിക്കാരും കാണണ്ട. കാശ് ചോദിക്കാനല്ല, നിന്നെ സഹായിക്കാനാ. സഹായിക്കണോ? അതെ, നിന്റെ സ്ഥിതി ഇപ്പൊ മോശമാണെന്ന് അളിയൻ എങ്ങനെ അറിഞ്ഞു? എങ്ങനെ? അത് എന്തൊക്കെയായാലും നിന്റെ സ്വന്തം ചേച്ചിയുടെ സ്വന്തം കെട്ടിയോനല്ലേ, വിഷമം തോന്നാതിരിക്കോ? അത് ശരിയാ. മാത്രമല്ല, അളിയന്റെ സാമ്പത്തിക നില ഗംഭീരമാണെന്നാ കേട്ടത്. ബിസിനസ് ഒക്കെ നല്ല നിലയിൽ ഇങ്ങനെ പോവാണെന്ന്. ഈശ്വര, അളിയൻ എങ്ങനെയെങ്കിലും ഒന്ന് നന്നായാ മതിയായിരുന്നു. വിവേകാനന്ദ, നീ പോണം. ഇങ്ങോട്ട് കയറി വരുന്ന ഭാഗ്യത്തെ സൈലന്റ് മോഡിലിട്ട് അറ്റൻഡ് ചെയ്യാതിരിക്കല്ലേ വിവേകാനന്ദ. ഒന്നും പറയണ്ട, നീ ആ വലത് വെച്ചിട്ട് അങ്ങോട്ട് കയറി. എന്താ സെറ്റപ്പ്? നമസ്കാരം. ഈ സേതുമാധവൻ 105. ഓ താങ്ക് യു. നീ വാ. എന്താ? എന്തു പറ്റി? എനിക്കൊന്നും പറ്റിയിട്ടില്ല. എന്റെ അനിയൻ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. നിനക്ക് എന്ത് പറ്റിയടാ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. അളിയൻ ഏട്ടനും ഒന്നും പറ്റിയിട്ടില്ല. ഇവിടെ ഇരിക്കേ. ഇവർക്ക് എന്താ കേട്ടോ മിസ്റ്റർ കേച്ചേരി, സാംസ്കാരിക പ്രവർത്തകൻ. കേച്ചേരി, വിവേകാനന്ദൻ എന്നോട് ദേഷ്യം കാണും. ചോദിച്ച കാശ് തരാതായപ്പോ വീട്ടിലെ വിലപിടിപ്പുള്ള സാധനങ്ങൾ തല്ലിപ്പൊട്ടിച്ചിറങ്ങിപ്പോയ ആളല്ലേ ഞാൻ. അത് ഏട്ടന്റെ കുറ്റമല്ലടാ, എന്റെ പൊട്ടബുദ്ധി തോന്നിയ ആശയമായിരുന്നു. അതുകൊണ്ടെന്താ വിവേകാനന്ദ, ചോദിച്ച കാശ് കിട്ടാതായ വാശിക്ക് ഞാൻ കഠിനമായി അധ്വാനിച്ചു. ഇപ്പോ ഒരു വലിയ വ്യവസായശാലയുടെ ഉടമയായി. പക്ഷെ പറഞ്ഞിട്ടെന്താ, എല്ലാം ഒറ്റയ്ക്ക് നോക്കി നടത്താൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നെത്തിച്ചില്ലേ. കഴിഞ്ഞ ആഴ്ച ഞാൻ ആശുപത്രിയിലായിരുന്നു. ഒരു ഹാർട്ട് അറ്റാക്ക്. ഉടനെ തന്നെ ഒരു ബൈപ്പാസ് വേണ്ടി വരുമെന്ന ഡോക്ടർ പറയുന്നത്. അതിനളിയൻ എന്നെ ഒന്ന് സഹായിക്കണം. എന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ചുമതല ഞാൻ ഇന്നു മുതൽ അളിയനെ ഏൽപ്പിക്കുകയാണ്. കുട്ടികളില്ലാത്ത എനിക്ക് വേണ്ടി അളിയനെല്ലാം സ്വന്തം പോലെ നോക്കി നടത്തണം. നാളെ ക്ലയൻസിന്റെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടുണ്ട് ഏട്ടൻ. അവിടെ വെച്ച് അളിയന്റെ നിയമനം ഞാൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. ഹലോ. ഭാരിച്ചൊരു ഉത്തരവാദിത്തമാണ് അളിയനെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്റെ കഴിവിന്റെ പരമാവധി ഉത്സാഹിച്ച് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമകൾ എന്നാൽ ആവും വിധം പൂർത്തിയാക്കുമെന്ന് ഈ വേദിയിൽ വെച്ച് നിങ്ങൾക്ക് ഞാൻ ഉറപ്പു തരുന്നു. താങ്ക് യു. താങ്ക് യു. എനിക്കപ്പോഴേ അറിയാമായിരുന്നു അവൻ സ്നേഹമുള്ളവനാണെന്ന്. എല്ലാം എന്റെ മോന്റെ ഭാഗ്യം. ഏട്ടാ, കമ്പനി നോക്കുന്ന ആളാവുമ്പോ താമസിക്കാൻ വലിയ ക്വാർട്ടേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ? ക്വാർട്ടേഴ്സ് അല്ലടി, വില്ല. അങ്ങോട്ട് താമസം മാറാൻ നല്ലൊരു മുഹൂർത്തം നോക്കാൻ പറഞ്ഞിരിക്കുക കണിയാരോട്. പോകുമ്പോ ഞങ്ങളെയും കൂടി കൊണ്ടുപോയില്ലേ? അതെന്ത് വർത്താനാടി. എനിക്കൊരു സന്തോഷം വരുമ്പോ നിങ്ങൾ കൂടെ ഇല്ലെങ്കിൽ പിന്നെ എന്താടി അതിലൊരു പിന്നെ. അമ്മ ഒന്ന് വേഗം ആവട്ടെ. ഡ്രൈവർ, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. പൂട്ടിപ്പോയ കമ്പനിയിൽ എന്തിനാ സാറേ ആള് വരുന്നത്? പൂട്ടിപ്പോയ കമ്പനിയോ? അതെ, ഈ കമ്പനി ലോക്കൗട്ട് ചെയ്തിട്ട് 3 മാസമായി. അങ്ങനെ വരാൻ വഴിയില്ല. ഞങ്ങൾ അറിയാതെ ഇങ്ങനെ ഒരു കമ്പനി പൂട്ടില്ലല്ലോ. അതെന്താ? ഞങ്ങളല്ലേ പൂട്ടിക്കുന്നത്. നീ തമാശ കളയാതെ അളിയനൊന്ന് വിളിച്ചേ. നമസ്കാരം. 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 എന്താ നിലവിലില്ല.
നമസ്കാരം നമസ്കാരം. എന്നെ ആദ്യം സെറ്റിൽ ചെയ്തേക്ക്. സേതുവിന് ആദ്യം കടം കൊടുക്കുന്ന ഞാനാ. ഞങ്ങളും ആദ്യം കടം കൊടുത്ത കൂട്ടത്തിലുള്ളതാ. ബഹളം വേണ്ട, എല്ലാവർക്കും കാശ് തരാനല്ലേ സേതുവിന്റെ അളിയുണ്ട് വന്ന് നിൽക്കുന്നേ. അപ്പൊ തുടങ്ങല്ലേ എന്ത് കാശ് വിതരണം? സേതു ഞങ്ങൾക്ക് തരാനുള്ള കാശ് അന്ന് തരാമെന്നേറ്റ കാര്യം അളിയൻ എത്ര പെട്ടെന്ന് മറന്നോ? മിണ്ടിയും പറഞ്ഞു നിൽക്കാതെ വേഗം കാര്യം തീർത്ത് വിടുവായി. ഞങ്ങൾക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. ഒരു മിനിറ്റ്. എടാ, കാര്യങ്ങൾ കൈവിട്ടു പോയിന്നാ തോന്നുന്നത്. നീ ആ സേതു അളിയന്റെ നമ്പറിലേക്ക് ഒന്നുകൂടി ഒന്ന് വിളിച്ചേ. നമ്പർ നിലവിലില്ലെന്ന്. നിന്നെ ഇതുപോലൊരു പുലിക്കുട്ടി പെടുത്തിയിട്ട് അളിയൻ മുങ്ങിന്നാ തോന്നുന്നേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഈ കൂടി നിൽക്കുന്നവരോട് ഞാൻ എന്ത് സമാധാനം പറയും? ഇതിനു മുമ്പ് ഇത്തരം ആളുകളോട് എന്ത് സമാധാനമാണോ പറഞ്ഞുകൊണ്ടിരുന്നത് അത് തന്നെ പറയും. ഇനി എന്നെ ഓടിക്കരുത്. ഞാൻ ചാടും. ഇതിപ്പോ കഷ്ടകാലം പിടിച്ചവൻ കല്യാണം കഴിച്ചപ്പോ പെട്രോൾ വണ്ടി സ്ത്രീധനം കിട്ടിയെന്ന് പറഞ്ഞതുപോലെ ആയി നിന്റെ അത് അവസ്ഥ. തന്നെ. അല്ല, ആരായിരുന്നു ആ വണ്ടിയിൽ നിന്നെ നോക്കിക്കൊണ്ടിരുന്നത്? ഏത് വണ്ടിയില്? ഹൈ, ഈ വണ്ടിയില്. അവരുടെ കയ്യിൽ നിന്റെ ഫോട്ടോ ഉണ്ടല്ലോ. അതെ, ഞാൻ അതിലേക്കല്ലേ വരാൻ പോണത്. സാറിന് ക്ഷമിക്കേ. ആ, 2 ഓട്ടങ്ങൾക്കിടയിലുള്ള വിശ്രമവേളയിലാണ് അവർ വന്നത്. വിവേകാനന്ദനല്ലേ? ആണെങ്കിൽ സത്യം പറ, കൊട്ടേഷനാണ്? അതെ. ആരാ അയച്ചതെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. കാരണം ഞാൻ കാശ് കൊടുക്കാനുള്ള ആർക്കും അതിനുള്ള അവകാശമുണ്ട്. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ അമ്മൂമ്മയായിട്ടൊന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നടക്കില്ല ചങ്ങാതി, കിടപ്പില്ല. അതുകൊണ്ടല്ലേ സംസാരിച്ചാൽ കൊള്ളാന്ന് പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് അമ്മയായിട്ടെങ്കിലും സംസാരിക്കാൻ പറ്റും. പറ്റില്ല. നിങ്ങൾക്കില്ല ചങ്ങാതി അമ്മയും പെങ്ങന്മാരൊക്കെ? ചേലക്കാതൊരു ഭാഗത്തിരുന്നോ, വെറുതെ കൈക്ക് പണി ഉണ്ടാക്കണ്ട. ചെക്ക് കേസ്, പക്ഷേ ഒന്നിപ്പോലും പിടികൊടുത്തിട്ടില്ല. പോലീസുകാർ വിചാരിച്ചു, കോടതി വിചാരിച്ചു. പണം പലിശയ്ക്ക് കൊടുക്കുന്ന സകല അവന്മാരും ഒറ്റുവല പിരിച്ച് കാത്തിരുന്നിട്ടും വീണില്ല. അങ്ങനെ നോക്കിയ കേരളത്തിലെ കടക്കാർക്ക് അനുകരിക്കാൻ പറ്റുന്ന മാതൃകയാണ് നീ. കള്ളൻ. വിവേകാനന്ദന് മനസ്സിലായോ? പാപ്പച്ച മുതലാളി കേരളത്തിന്റെ പല ഭാഗങ്ങളിലായി സ്വകാര്യ ധനമിടപാട് സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു പാവം വ്യവസായി. സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞാൽ അറിയും, എളമുട്ട ഫൈനാൻസിയേഴ്സ്. അറിയാം. നിങ്ങളുടെ സ്ഥാപനത്തില് പണ്ട് ഞാൻ കുറച്ച് സ്വർണം പണയം വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് എടുത്തില്ല, ലേലത്തിൽ പോയി. അയ്യോ, അന്നെന്റെ സാഹചര്യം അങ്ങനെയായിരുന്നേ. ഈ സാഹചര്യങ്ങൾ തന്നെ കുഴപ്പം. സാഹചര്യങ്ങളാണല്ലോ മനുഷ്യനെ കൊലപാതകയും സന്യാസിയും ഒക്കെ ആക്കുന്നത്. ഇപ്പൊ വിവേകാനന്ദൻ തന്നെ ഞങ്ങളുടെ മുമ്പിൽ എത്താനും കാരണം സാഹചര്യങ്ങളാണ്. വിവേകാനന്ദന്റെ അല്ല, എന്റെ സ്ഥാപനത്തിന്റെ ലവന്മാരെത്തി. മുതലാളി പോയോ? അതെന്നാ അനിയ, എന്നാ തന്തയില്ലായ്മയെ കാണിച്ച്? ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല സാർ. കോയമ്പത്തൂർ ബ്രാഞ്ചിലെ മാനേജരാ. ഒരു ചെറിയ തരികട കാണിച്ചു, കാശിന്റെ ഒരു തിരിമറി. അതിനുള്ള വിശദീകരണം ചോദിച്ചതാ. അതിന്റെ എക്സ്പ്ലനേഷൻ കിട്ടിയിട്ട് വേണം ബാക്കി ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ. മുതലാളി എന്നെ വിളിപ്പിച്ചത് എന്തിനാന്ന് പറഞ്ഞില്ല. ഇവിടെ നിന്ന് കുറച്ച് അകലെയുള്ള കടപ്പുറ സൈഡിൽ ഞങ്ങൾക്കൊരു മാനേജറെ വേണം. വിവേകാനന്ദൻ റെഡിയാണെങ്കിൽ വളരെ സന്തോഷം. ഇപ്പൊ ചോദിക്കും എന്ത് യോഗ്യത കണ്ടിട്ടാണ് ഈ ഓഫർ വെക്കുന്നതെന്ന്. 70 ചെക്ക് കേസ് പിടികിട്ടാ പുള്ളി. തന്റെ ആ സാമർഥ്യം, ആ യോഗ്യത. നല്ല തന്തയ്ക്ക് പിറന്ന കള്ളന് കഞ്ഞി വെച്ച ഒരുത്തനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഇത്രയും കാലം ഞങ്ങൾ. ഈ കടപ്പുറം ബ്രാഞ്ചിലെ പലരും വന്ന് പണം കടം മേടിക്കും. ഈ സ്ഥലത്തിന്റെ ആധാരം പണയം വെച്ചിട്ടാ പലർക്കും പണം കൊടുക്കുക. മേടിച്ചോണ്ട് പോകുന്നല്ലാതെ ഒരൊറ്റ രൂപ പോലും തിരിച്ചടക്കില്ല. ഇനിയിപ്പോ നമ്മൾ ചോദിക്കാൻ ചെന്നാലോ, വീടിന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ആരാ? അവിടുത്തെ ആണുങ്ങളല്ലേ? അല്ല, ആശം ചോദിച്ചോണ്ട് ഇങ്ങോട്ട് വന്നാലേ ഞാൻ സ്രാവിലിട്ട് കൊടുക്കും. ആഹാ, നല്ല സാംസ്കാരിക നിലവാരമുള്ള സ്ത്രീ. കടം മേടിച്ച് മുങ്ങി നടക്കുന്ന ആണുങ്ങളെ എങ്ങനെയെങ്കിലും മുതലാളിയുടെ മുമ്പിൽ നിന്ന് എത്തിച്ചു കൊടുക്കണം. എത്തിച്ചാൽ എന്റെ കടക്കാരെ മുഴുവൻ ഡീൽ ചെയ്തോളാന്ന് മുതലാളി ഏറ്റിരിക്കുക. അതൊരു നല്ല കാര്യം. പക്ഷെ അവന്മാര് എങ്ങനെ മുതലാളിയുടെ മുമ്പിൽ എത്തിക്കും? എങ്ങനെയെങ്കിലും ഒന്ന് എത്തിക്കണം.
അല്ല ആധാരം കയ്യിലിരിക്കില്ലേ? സ്ഥാവര ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്താലോ? കടം മേടിച്ച കാശും ചോദിച്ചോണ്ട് കടപ്പുറത്തേക്ക് എങ്ങാനും ജപ്തി ചെയ്യാൻ വന്നാലുണ്ടല്ലോ, വന്നവരാരും ജീവനോടെ തിരിച്ചു പോകുകയല്ല. ഇവിടെ ശക്തിയല്ല, ബുദ്ധിയാണ് പ്രയോഗിക്കേണ്ടത്. ഭാഗ്യം, എന്റെ കയ്യിൽ ആവശ്യത്തിൽ കുറച്ച് കൂടുതൽ ഉള്ളതുകൊണ്ട്. എന്ത് ബുദ്ധി? ഓ ഓ ഓ ഓ. ഒടുക്കം നിനക്കെങ്കിലും ഉപകരിച്ചല്ലോ. നീ എനിക്ക് വേണ്ടി അത്ര വലിയ സാഹസമൊന്നും കാണിക്കണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അല്ല